സിമ്പിളായി വളരെ ടേസ്റ്റിയായി ഒരു ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്നപ്പോൾ 2 സവാള അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ റവ വറുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഇതാണ് ഞാൻ ചേർക്കണതൊക്കെ. അപ്പോൾ വറുത്ത് വെച്ച റവ ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വേണ്ട. റവ എപ്പോഴും വറുത്ത് നമ്മൾ ഉണ്ടാക്കിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടി പിടിച്ച് ഇങ്ങനെ കട്ട കുത്തിയിരിക്കും. അപ്പോൾ റവ ഒന്ന് വറുത്ത റവയാന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വറുത്ത റവയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ വറുത്തു ഒന്ന്. അപ്പോൾ അതിലൊരു 4-5 പച്ചമുളക് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഒന്നൊരു ചെറിയ എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടൊന്ന് മാത്രം ഒരു 2-3 എണ്ണം ഇട്ടാലും മതി. അപ്പോൾ അത് വഴറ്റിയെടുക്കുക. അപ്പോൾ അതായി വന്നപ്പോൾ ഒരു 2-3 വറ്റൽമുളക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. പക്ഷെ നമുക്കത് ഇടുമ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് ടേസ്റ്റിന്. അതുകൊണ്ട് അങ്ങനെ ഇട്ടെന്ന് മാത്രം. അപ്പോൾ അതൊന്ന് അതിൻ്റെ കളറൊന്ന് മാറുന്ന വരെ ഒന്നാക്കി കൊടുത്തിട്ട് നമുക്കതിൽ പാകത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിക്കണം. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. നമുക്ക് ഒഴിക്കാം. സബോള അങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ടായിരുന്നു. 2 മണി ഉഴുന്നൊക്കെ വറക്കണ നേരത്ത് ഇടുന്നത് നല്ല കേട്ടോ. ഇവിടെ ഉഴുന്ന് കടിക്കുമ്പോൾ ഇഷ്ടമല്ല, അതുകൊണ്ട് അതങ്ങനെ ഇടാഞ്ഞത്. ചിലർക്ക് അത് ഇഷ്ടമാണ് ഉഴുന്നൊന്ന് വറുത്തിടുമ്പോൾ. അപ്പോൾ ഈ കപ്പ് കൊണ്ട് ഒരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഒരു തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ തിളപ്പിച്ച വെള്ളം തന്നെയായിരുന്നു, അത് ഒത്തിരി അറിയില്ല. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പുമാവിൻ്റെ റവ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഞാനത് ഇന്നത്തെ എൻ്റെ ഉപ്പുമാവെന്ന് കാണിച്ചത് മാത്രമല്ല. ഇതിപ്പോൾ വറുത്ത കാരണം പാത്രം ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഒന്നും കൂടി വറുത്ത് ചുവന്ന കളറിലൊരു ഉപ്പുമാവുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് അത്രയില്ല ഒന്ന് നമ്മൾ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് ഒന്നുകൂടി വേണ്ട. ഇതിപ്പോൾ തന്നെ നമുക്കിങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ വറുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട കുത്തിയിട്ട് നമുക്ക് ഒരു ഉപ്പുമാവിൻ്റെ ഒരു ഇത് വരില്ല. ഇത് ഇളക്കി കൊടുത്ത് നമുക്കിങ്ങനെ വേർതിരിച്ച് എടുക്കുക. ഒന്ന് മൂടി വയ്ക്കും, ഒരു സെക്കൻഡ് ഒരു മൂടി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ചെടുത്താണ്. അപ്പോൾ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ടേസ്റ്റായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.